അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അത് പെർഫെക്റ്റായിട്ട് എന്തായാലും ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ. നമുക്കൊരു സങ്കടമുണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, ആക്ഷൻ, ക്യാമറ, എല്ലാം മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ സ്റ്റോറിയാണ്. നല്ല പടം. ഇഷ്ടപ്പെടാം. ഞങ്ങൾ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. മലയാളത്തിലേക്ക് വളരെ നാൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവാണല്ലോ. അപ്പോൾ വളരെ ശക്തമായൊരു കഥാപാത്രം മലയാളികൾക്ക് കൊടുക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇമോഷണൽ പ്രോപ്പർട്ടി അല്ലേ ഇത്. വെരി മച്ച് ഹാപ്പി. അർജുന അശോകനായിട്ടുള്ള ഒരു അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം പുതുതലമുറയിൽ അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പടം കാണുമ്പോൾ കുറച്ചും കൂടി അതൊരു ഇമോഷണലി കണക്ട് ആവുന്നു. അഭിലാഷ് പിള്ള, അതായത് പുള്ളിയും ഇതുപോലെ പുതിയ റൈറ്ററാണ്. അഭിലാഷ് പിള്ള ഫസ്റ്റ് മൂവി തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ച റൈറ്ററാണ്. അതുകൊണ്ടാണല്ലോ അഭിലാഷിൻ്റെ ഒരു നറേഷൻ നമ്മൾ കേട്ടിട്ട് അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ അതൊക്കെ ഭാഗ്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. തുടർന്ന് മലയാളികൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ബ്രേക്ക് എടുക്കത്തില്ല. തീർച്ചയായും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഡയറക്ഷൻ ആയാലും റൈറ്റിംഗ് ആയാലും മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ആക്ടിങ് പെർഫോമൻസസ് ഹാവാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാവരും അടിപൊളിയാണ്. ത്രില്ലറാണോ? ത്രില്ലറാണ്. അർജുന അശോകന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. നന്നായി, ഭയങ്കര ഇഷ്ടമായി. സംഗീത ചേച്ചിയുടെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഉണ്ടായിരുന്നത്. അടിപൊളി, നല്ല രസമാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളെ ചിന്താവിഷ്ട ശ്യാമളയായിട്ട് നമ്മുടെ മനസ്സിൽ ഇനി ശ്രീബാലയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. നന്നായി ഇഷ്ടപ്പെട്ടില്ലേ മേഡം? ഭയങ്കര ഇഷ്ടപ്പെട്ടാമേ. വളരെ നല്ല പടം. മൂവി ഫാമിലി എല്ലാ ഓഡിയൻസിനും ഒരേപോലെ കാണാവുന്ന നല്ലൊരു കുടുംബ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ നല്ല സസ്പെൻസ് ഇട്ട് നല്ല ഹൃദയസ്പർശിയായ നല്ല ടച്ചിങ്, നമുക്ക് ഹൃദയത്തിൽ ഒരുപാട് ടച്ച് ചെയ്യുന്ന കുറേ മൂമെൻറ്റ്സ് ഉണ്ട് ഈ മൂവിയിൽ. അതിനുശേഷം നന്നായിട്ടുണ്ട്. അതിൻ്റെ വിഷ്ണു നമ്മുടെ നന്നായി അത് മേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റ് രക്ഷയില്ല. മാളികപ്പുറത്തിന് ശേഷം ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റല്ലേ അഭിലാഷ്. സൂപ്പർ, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ജോണറിലാണല്ലോ. ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് പടം ആണെങ്കിൽ തന്നെയും ഭയങ്കര സ്റ്റഡി ചെയ്തിട്ടാണ് ഡയറക്ടർ കൈകാര്യം ചെയ്തത്. എൻ്റെ രസമായിട്ട് എടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. റുഗ്രൻ സ്ക്രീൻ പ്ലേ ആണ്, ഷീനോട് റുഗ്രനാണ്, റീ റെക്കോർഡിങ് എൻ്റെയിലുമാണ്. നന്നായിട്ടുണ്ട് എല്ലാ വർഷവും. ഇത്ര ഇമോഷണലായിട്ടൊരു മൂവി ഇങ്ങനെ ഒരു മാറ്ററിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൂവിയാണത്. അതിലൊരു ഫാമിലി ഭയങ്കര ടച്ച്. ഒരു അമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര അമ്മ മകൻ ബന്ധം വെച്ചിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ടുണ്ട്. പടമാണ്. എനിക്കിഷ്ടമായി. ഞാൻ ഇഷ്ടപ്പെട്ടുള്ള കഥ ഓക്കെ പറഞ്ഞത്. അതായത് അടിപൊളിയായിരുന്നു. അപ്പോൾ ആൾക്കാരെ കാണട്ടെ, കണ്ടിട്ട് റിവ്യൂ പറയട്ടെ. ഞാനായിട്ട് എങ്ങനെ പറയാം, തട്ടി പറിക്കാം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ അച്ഛനെന്തെങ്കിലും പറഞ്ഞോ കണ്ടിട്ട് പറഞ്ഞ ഭയങ്കര ഇമോഷണലായി പടം കണ്ടിട്ട്. ഇമോഷണൽ ആവാലോ. ഡിഫറെൻ്റ് ഒരു ജോണർ സത്യം. ഭയങ്കര ഒരു ബോണ്ടിങ് ഫീൽ ചെയ്തു. ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നോക്കി ഇതേപോലെ തന്നെ അവിടെ പെട്ട് വെച്ചേക്കണം. ഒന്ന് കണ്ടൊന്ന് സ്പേസ് ഇട്ട് സംസാരിക്കും പുതിയിട്ട്. അപ്പോൾ എല്ലാവരും കാണ്, പടം കണ്ട് അത് വിലയിരുത്തി അതിൻ്റെ റിവ്യൂസായിട്ട് പ്രോപ്പർ ഡയറക്റ്റ്ലി പറയാം. നമ്മൾ മാക്സിമം നല്ല രീതിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്.